രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രണ്ടാമത്തെ പരാതി ലഭിച്ച് 24 മണിക്കൂർ പിന്നിടുന്നതേയുള്ളൂ. പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്, അതനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പലവട്ടം പറഞ്ഞതാണിത്. ഒരു പാർട്ടിയെ സ്വീകരിക്കാതെ ശക്തമായ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് പദവിയിൽ നിന്നും മാറ്റി, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി കാര്യങ്ങളാണത്. രണ്ടാമത് ഇന്നലെ ഒരു സംഭവം ഇപ്പോഴാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നലെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 24 മണിക്കൂർ ആയിട്ടില്ല. പാർട്ടി നേതാക്കന്മാർ ആലോചിച്ചിട്ട് അക്കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. ഷഫീഖ് നസ്രുള്ളയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, ഏത് നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്ന് KC വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് കൂടുതലായി അദ്ദേഹം പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരാതി ലഭിച്ച് 24 മണിക്കൂർ ആവുന്നതേയുള്ളൂ. പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്, അതനുസരിച്ച് പാർട്ടി സംസ്ഥാന നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരോടുള്ള ആക്രമണങ്ങളിൽ യോജിപ്പില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. കടക്ക് പുറത്ത് എന്ന നിലപാട് സ്വീകരിക്കുന്ന നേതാവല്ല താൻ. ശബരിമല സ്വർണ്ണ മോഷണം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലേ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. ഈ രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിൽ ഉടൻ നടപടിയെടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. സംസ്ഥാന നേതൃത്വത്തിന് അത്തരം നടപടിയെടുക്കാൻ ശേഷിയുണ്ട്. 24 മണിക്കൂറിനകം ആണ് ഇപ്പോൾ രണ്ടാമത്തെ പരാതി വന്നതിന് 24 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. 24 മണിക്കൂർ പിന്നിട്ടതേയുള്ളൂ. അതിൽ ഉചിതമായ തീരുമാനം സംസ്ഥാന നേതൃത്വം തന്നെ സ്വീകരിക്കും എന്നും KC വേണുഗോപാൽ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വർണ്ണ മോഷണം പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലേ എന്ന കാര്യവും KC വേണുഗോപാൽ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടും അത് PM ശ്രീയിൽ ഒപ്പുവെക്കാൻ ഇടനില നിന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു CPM-ന്റെ രാജ്യസഭ MP ആണ് എന്ന കാര്യവും ഒരു ആരോപണം ഉന്നയിച്ചു. CPI-യുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജില്ലയിലെ UDF-ന്റെ പ്രചാരണ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് KC വേണുഗോപാൽ കാസർഗോഡ് ജില്ലയിലെത്തിയത്. രാവിലെ മംഗളൂരുവിലായിരുന്നു പ്രത്യേക പരിപാടി. ഇന്ന് വൈകുന്നേരം വരെ കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. വൈകുന്നേരത്തോടുകൂടി കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് KC വേണുഗോപാലിന്റെ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ശരി, ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും.